നമസ്കാരം. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം തീരുമാനിക്കുന്നത് വ്യാഴം, ശനി, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ചലനങ്ങളാണ്. ഈ വരുന്ന മേട സംക്രമകാലത്ത്, വിഷുക്കാലം, ഈ ഗ്രഹങ്ങളുടെ അനുകൂല മാറ്റം മൂലം ജീവിതം മാറിമറിയാൻ പോകുന്ന 10 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ പ്രത്യേക അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് ഇനിയുണ്ടാകും. എന്തുകൊണ്ട് ഈ സമയം പ്രധാനം? ഏപ്രിൽ 14 ചൊവ്വാഴ്ചയാണ് മേടം 1. സൂര്യൻ ഉച്ചസ്ഥിതിയിലെത്തുന്ന ഈ ദിവസം തന്നെയാണ് ശബരിമലയിൽ മേടമാസ പൂജകൾ ആരംഭിക്കുന്നത്. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ചൈതന്യം ഒന്നിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കഷ്ടകാലം മാറി ഇനി നല്ല നാളുകൾ തുടങ്ങുകയാണ്. ആദ്യത്തെ നക്ഷത്രം അശ്വതി, നിങ്ങളുടെ മാറ്റങ്ങളുടെ തുടക്കം. സൂര്യൻ നിങ്ങളുടെ നക്ഷത്രം നിൽക്കുന്ന മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിലെത്തുന്ന സമയമാണിത്. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദവും എനിക്കിതിന് സാധിക്കുമോ എന്ന പേടിയും മാറും. ഒരു പുതിയ ഊർജത്തോടെ കാര്യങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. സർക്കാർ ഓഫീസുകളിലോ നിയമപരമായോ കുരുങ്ങിക്കിടന്ന ഫയലുകൾ, പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈസൻസ് പോലുള്ള രേഖകൾ എന്നിവ ഈ സമയത്ത് വേഗത്തിൽ ശരിയാകും. അധികാരപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. അച്ഛൻ്റെ വഴിക്കുള്ള സ്വത്തുക്കൾ കൈവരാനോ കുടുംബത്തിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനോ ഉള്ള ശക്തമായ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് കൂടുതൽ വില ലഭിക്കുന്ന സമയമാണിത്. അശ്വതിക്കാർക്ക് ഈ സംക്രമവേളയിൽ അയ്യപ്പസ്വാമിയുടെ പ്രത്യേക കരുതലുണ്ടാകും. പ്രതിസന്ധികളിൽ തളരാതെ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ആ രക്ഷാകവചം സഹായിക്കും. അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് വെറുമൊരു രാശിമാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഉദയമാണ്. സൂര്യൻ നിങ്ങളുടെ രാശിയിൽ കരുത്തനാകുമ്പോൾ തടസ്സങ്ങൾ വഴിമാറും, ഭാഗ്യം പടിവാതിൽക്കലെത്തും. ഇനി ഭരണി നക്ഷത്രത്തിലേക്ക് വരാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടരവി സംക്രമം ജീവിതത്തിലെ ഒരു വലിയ സാമ്പത്തിക വഴിത്തിരിവാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂല ദൃഷ്ടി പതിക്കുന്ന സമയമാണിത്. സാമ്പത്തികമായി നിലനിന്നിരുന്ന ഞെരുക്കം മാറി അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ വലിയ ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനോ നിലവിലുള്ള തൊഴിലിൽ പുതിയ എന്തെങ്കിലും പരീക്ഷിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. തൊഴിൽ രംഗത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. വീട്ടിൽ സന്തോഷം നിറയുന്ന സമയമാണിത്. വിവാഹം, നൂലുകെട്ട് അല്ലെങ്കിൽ ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. പുതിയൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം അതിനുള്ള വഴികൾ തുറന്നു നൽകും. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനും നിങ്ങൾക്ക് യോഗമുണ്ട്. ശനി ദോഷങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അയ്യപ്പസ്വാമിയുടെ പ്രത്യേക കാരുണ്യം ആശ്വാസമേകും. മനസ്സിനെ അലട്ടിയിരുന്ന അനാവശ്യ ഭയങ്ങൾ നീങ്ങി ശാന്തി ലഭിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ഈ മേടസംക്രമം ഒരു കുതിച്ചുചാട്ടത്തിൻ്റേതാണ്. ഭാഗ്യദേവത നിങ്ങളുടെ കൂടെയുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഐശ്വര്യം നിങ്ങളുടെ പടിവാതിൽക്കലെത്താൻ പോകുന്നു. അടുത്തതായി രോഹിണി നക്ഷത്രത്തിലേക്ക് കടക്കാം. ചന്ദ്രൻ്റെ പ്രിയ നക്ഷത്രമായ രോഹിണിക്കാർക്ക് ഈ മേടരവി സംക്രമം പ്രധാനമായും കർമ്മരംഗത്തും വിദേശകാര്യങ്ങളിലും വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക്
വലിയ അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്. നിങ്ങളുടെ കഴിവിനെ മേലുദ്യോഗസ്ഥർ പ്രശംസിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങളോ പ്രമോഷനോ ലഭിക്കാനും സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ഉറപ്പായും ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സുവർണകാലമാണ്. മികച്ച ശമ്പളത്തോടെയുള്ള പുതിയ ജോലി ലഭിക്കാനോ അതല്ലെങ്കിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്നത് പോലെ നാട്ടിലേക്ക് മടങ്ങാനോ ഉള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞുവരും. യാത്രാ തടസ്സങ്ങൾ മാറും. സാമ്പത്തികമായി ഒരു വരുമാന സ്രോതസ്സ് ഈ സമയത്ത് തുറക്കപ്പെടും. ഇതുമൂലം വർഷങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന കടങ്ങൾ വീട്ടാനും മാനസികമായി വലിയൊരു ഭാരം ഇറക്കി വയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായി കൈവരുന്ന ധനം ശരിയായ രീതിയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. മനസ്സിലെപ്പോഴും ഒരു അസ്വസ്ഥത കൊണ്ട് നടക്കുന്നവരാണ് രോഹിണിക്കാർ. അയ്യപ്പസ്വാമിയുടെ പ്രത്യേക കൃപയാൽ ആത്മീയമായ ഉണർവ് ഉണ്ടാകുകയും ശത്രുക്കളുടെ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് മാറ്റത്തിൻ്റെ കാലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ദൈവം കയ്യൊപ്പിടുന്ന സമയം. തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾ ആഗ്രഹിച്ച ഉയരങ്ങളിലെത്താൻ പോകുന്നു. അടുത്തതായി പുണർദം നക്ഷത്രത്തിലേക്ക് വരാം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടരവി സംക്രമം സ്ഥിരതയുടെയും സമാധാനത്തിൻ്റെയും കാലമാണ്. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം കൂടെ കൊണ്ട് നടക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് അതിനുള്ള വഴികൾ തെളിയും. ഭൂമി വാങ്ങാനോ വീട് പണി തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ ഉള്ള ശ്രമങ്ങൾ ഈ സമയത്ത് വിജയിക്കും. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ വിഷു സംക്രമത്തോടെ കുറയാൻ തുടങ്ങും. പുതിയ ചികിത്സാ രീതികൾ ഫലപ്രദമാകുകയും ശാരീരികമായും മാനസികമായും വലിയൊരു ഉണർവ് അനുഭവപ്പെടുകയും ചെയ്യും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. ആഗ്രഹിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും സാധിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറും. പങ്കാളിയുമായും മക്കളുമായും കൂടുതൽ സമയം ചെലവഴിക്കാനും സന്തോഷം പങ്കിടാനും നിങ്ങൾക്ക് സാധിക്കും. പുണർദം പുനർജന്മം എന്ന് പറയുന്നത് പോലെ അയ്യപ്പസ്വാമിയുടെ കാരുണ്യത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകും. തടസ്സങ്ങളെല്ലാം നീങ്ങി ഒരു സുരക്ഷാ കവചം പോലെ ഈശ്വരകൃപ കൂടെയുണ്ടാകും. പുണർദം നക്ഷത്രക്കാർക്ക് ഇത് ഐശ്വര്യത്തിൻ്റെ പുനർജന്മമാണ്. വീട്, കുടുംബം, ആരോഗ്യം എന്നീ കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം ഇനി നിങ്ങളെ തേടിയെത്തും. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടരവി സംക്രമം അധികാരത്തിൻ്റെയും ആദരവിൻ്റെയും ഒരു പുതിയ അധ്യായമാണ് തുറക്കുന്നത്. രാജകീയ നക്ഷത്രമായ മകത്തിന് ഇനി സുവർണകാലം. നിങ്ങളുടെ വാക്കിന് വിലയും പ്രവൃത്തിക്ക് അംഗീകാരവും ലഭിക്കുന്ന കാലമാണ് വരുന്നത്. പദവികളും ഭാഗ്യവും ഒരേപോലെ നിങ്ങളെ തേടിയെത്തും. രാഷ്ട്രീയത്തിലോ സാമൂഹിക സാംസ്കാരിക സംഘടനകളിലോ പ്രവർത്തിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് ഇത് സുവർണകാലമാണ്. ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള പുതിയ പദവികൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. നിങ്ങളെ ഒതുക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളുടെ തന്ത്രങ്ങൾ പരാജയപ്പെടുകയും നിങ്ങളുടെ സത്യസന്ധത ബോധ്യപ്പെടുകയും ചെയ്യുന്ന സമയമാണിത്. മനസ്സിൽ വലിയൊരു സമാധാനം ഈ കാലയളവിൽ അനുഭവപ്പെടും. ലോട്ടറി, ചിട്ടി അല്ലെങ്കിൽ
പഴയ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ അപ്രതീക്ഷിതമായി പണം കൈവരാൻ യോഗമുണ്ട്. സാമ്പത്തികമായി ഒരു വലിയ സുരക്ഷിതത്വം നിങ്ങൾക്ക് ലഭിക്കും. മുതിർന്നവരിൽ നിന്നോ അധികാരികളിൽ നിന്നോ വലിയ സഹായങ്ങൾ ലഭിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ അവരുടെ ഇടപെടലിലൂടെ വേഗത്തിൽ നടപ്പിലാകും. കേതുവിൻ്റെ നക്ഷത്രമായ മകത്തിന് ശൈവ വൈഷ്ണവ ചൈതന്യമായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഒരു വലിയ രക്ഷാകവചമാണ്. നിങ്ങളുടെ എല്ലാ ആകുലതകളും മാറ്റി ഐശ്വര്യം ചൊരിയാൻ ഈ വിഷുക്കാലം സഹായിക്കും. അടുത്തതായി ഉത്രം നക്ഷത്രത്തിലേക്ക് വരാം. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടരവി സംക്രമം വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. വിവാഹം വൈകിക്കൊണ്ടിരിക്കുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് ഈ സംക്രമത്തോടെ അനുകൂലമായ ആലോചനകൾ വരികയും അത് ഉറപ്പിക്കുകയും ചെയ്യും. പ്രണയബന്ധങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറി സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാകും. ജോലി ചെയ്യുന്നവർക്ക് തങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ ഗുണകരമാണ്. എഴുത്ത്, അഭിനയം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ വലിയ പുരസ്കാരങ്ങളോ പൊതുജന അംഗീകാരമോ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ ലോകം തിരിച്ചറിയുന്ന സമയമാണിത്. എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ ഈ സമയത്ത് വളരെ ലാഘവത്തോടെ നടന്നുകിട്ടും. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നോ സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്നോ അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കും. സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രത്തിന് സൂര്യൻ ഉച്ചസ്ഥിതിയിലെത്തുമ്പോൾ ലഭിക്കുന്ന ഈ ഊർജം അയ്യപ്പസ്വാമിയുടെ പ്രത്യേക സംരക്ഷണത്തോടുകൂടി വരുമ്പോൾ അത് ഇരട്ടി ഫലം നൽകും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരാൻ ഈ സമയം കാരണമാകും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടരവി സംക്രമം അപ്രതീക്ഷിത നേട്ടങ്ങളുടെയും കുടുംബ സന്തോഷത്തിൻ്റെയും കാലമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് സ്വന്തം നാട്ടിൽ നിന്നുള്ളതിനേക്കാൾ അന്യദേശത്തു നിന്നോ വിദേശത്തു നിന്നോ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് വന്നുചേരും. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് മികച്ച സമയമാണ്. കുറേ നാളുകളായി അനുഭവിച്ചിരുന്ന സാമ്പത്തിക ഞെരുക്കം ഈ സംക്രമത്തോടെ അവസാനിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുകയും സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടുകയും ചെയ്യും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈ കാലയളവിൽ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. മക്കളുള്ളവർക്ക് അവരുടെ പഠനത്തിലോ ജോലിയിലോ ഉള്ള വലിയ നേട്ടങ്ങൾ കണ്ട് അഭിമാനിക്കാൻ ഇടവരും. മക്കളുടെ ഭാഗത്തുനിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ തീർത്ഥയാത്രകൾ നടത്താനോ ഉള്ള അവസരം ഈ വിഷുക്കാലത്ത് വന്നുചേരും. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനവും ആത്മീയ ഉണർവും നൽകും. ചൊവ്വയുടെ നക്ഷത്രമായ ചിത്തിരയ്ക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഒരു വലിയ ശക്തിയാണ്. ശത്രുക്കളുടെ നീക്കങ്ങളെ തടയാനും നിങ്ങളുടെ കർമ്മരംഗത്ത് വിജയം കൈവരിക്കാനും ഈ ഈശ്വരകൃപ സഹായിക്കും. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടരവി സംക്രമം വിജയത്തിൻ്റെയും നീതിയുടെയും കാലമാണ്. ജോലിയിലോ ബിസിനസ്സിലോ പുതിയ എന്തെങ്കിലും പരീക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മികച്ച സമയമാണിത്. പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും വഴി വലിയ വിജയം കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരാളുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നവർക്കോ പുതിയ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ സമയം വൻ ലാഭം നൽകും.
പങ്കാളികൾക്കിടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ സാധിക്കും. ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കോടതി കേസുകളിലോ വസ്തുതർക്കങ്ങളിലോ നിങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ ഈ കാലയളവിൽ സാധിക്കും. നീതി നിങ്ങളുടെ പക്ഷത്തായിരിക്കും എന്നത് വലിയൊരു ആശ്വാസമാകും. വിശാഖം നക്ഷത്രക്കാർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഈ സമയത്ത് ഒരു പ്രത്യേക ചൈതന്യമായി അനുഭവപ്പെടും. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ലഭിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. ബിസിനസ്സിലെ പുരോഗതി വഴി സാമ്പത്തിക നില മെച്ചപ്പെടും. പഴയ കടങ്ങൾ തീർക്കാനും പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാനും നിങ്ങൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താം. അടുത്തതായി മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടരവി സംക്രമം തടസ്സങ്ങൾ മാറുന്നതിൻ്റെയും പുതിയ അവസരങ്ങളുടെയും കാലമാണ്. അവസരങ്ങളുടെയും കാലമാണ്. കുറേ കാലമായി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടും പല കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് വീടുപണി, രേഖകൾ ശരിയാക്കൽ, ഈ സമയത്ത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടും. മുന്നോട്ടുള്ള വഴിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഓരോന്നായി ഒഴിഞ്ഞു പോകും. നിലവിൽ ജോലിയില്ലാത്തവർക്കോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജോലി ആഗ്രഹിക്കുന്നവർക്കോ ഈ സമയം വളരെ അനുകൂലമാണ്. ഉയർന്ന ശമ്പളത്തോടും നല്ല പദവിയോടും കൂടിയ പുതിയ തൊഴിൽ നിങ്ങളെ തേടിയെത്തും. അഭിമുഖങ്ങളിൽ വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് പഴയ സുഹൃത്തുക്കളിൽ നിന്നോ അകന്ന ബന്ധുക്കളിൽ നിന്നോ വലിയ സഹായങ്ങൾ ലഭിക്കും. സാമ്പത്തികമായോ തൊഴിൽപരമായോ ഉള്ള നിങ്ങളുടെ പ്രതിസന്ധികളിൽ അവർ കൈതാങ്ങാകും. മനസ്സിനെ അലട്ടിയിരുന്ന അനാവശ്യ ചിന്തകളും പേടിയും മാറും. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം മാറി കാര്യങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. മൂലം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന കണ്ടകശനി ദോഷങ്ങളിൽ നിന്നോ മറ്റ് ഗ്രഹപ്പിഴകളിൽ നിന്നോ അയ്യപ്പസ്വാമി ഒരു രക്ഷാകവചം പോലെ കാവൽ നിൽക്കും. ആ ധർമ്മശാസ്താവിൻ്റെ കൈ പിടിച്ചു നിങ്ങൾ ഉയരങ്ങളിലേക്കെത്തുന്ന സമയമാണിത്. അവസാനമായി ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടരവി സംക്രമം ഭാഗ്യദേവതയുടെ കടാക്ഷം പൂർണ്ണമായി അനുഭവപ്പെടുന്ന ഒരു സുവർണ കാലഘട്ടമാണ്. നിങ്ങൾ 10ാമത്തെ നക്ഷത്രമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മുൻപന്തിയിൽ തന്നെയായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ലക്ക് അനുഭവപ്പെടും. തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സമയമെന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം. നിങ്ങൾ പണ്ടു ചെയ്ത കഠിനാധ്വാനത്തിന് അർഹമായ ഫലം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പലിശ സഹിതം തിരിച്ചു കിട്ടാൻ പോകുന്ന സമയമാണിത്. ഓഫീസിലായാലും ബിസിനസ്സിലായാലും നിങ്ങളുടെ പ്രയത്നത്തെ മറ്റുള്ളവർ അംഗീകരിക്കുകയും അതിനുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. സ്വന്തമായി ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ പണി തുടങ്ങാൻ കാത്തിരിക്കുന്നവർക്കും ഈ വിഷു സംക്രമം ഒരു വലിയ വഴിത്തിരിവാകും. ഇതിനാവശ്യമായ ധനസമാഹരണം എളുപ്പത്തിൽ സാധ്യമാകും. ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമാകാതെ മനസ്സ് വിഷമിച്ചിരുന്നെങ്കിൽ ഈ കാലയളവിൽ അതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രാടത്തിന് സൂര്യൻ മേടം രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ഈ സമയം അയ്യപ്പസ്വാമിയുടെ പ്രത്യേക കൃപയാൽ ഇരട്ടി ശക്തി നൽകുന്നു. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാൻ ഈ ഈശ്വര ചൈതന്യം കൂടെയുണ്ടാകും. ഈ 10 നക്ഷത്രക്കാർക്കും അയ്യപ്പസ്വാമിയുടെ സംരക്ഷണം ഒരു ഉരുക്കുചട്ട പോലെ കൂടെയുണ്ടാകും. നിങ്ങളുടെ വിഷമതകൾ മാറി
ഐശ്വര്യം വരാൻ പോകുന്ന ഈ സുവർണകാലത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.